വലിയ അത്ഭുതങ്ങളൊക്കെ കാണിക്കുന്ന ആളല്ലേ, എന്നെ ഒന്ന് അങ്ങോട്ട് വിളിച്ചൂടെ ആ അമ്പലനടയിലേക്ക്? എന്തേ? എന്തു പറഞ്ഞാലും ഒരു കള്ളച്ചിരി നോട്ടു. കുറിഞ്ഞി വേഗം വാ, എനിക്ക് കുറച്ച് നേരത്തെ ക്ലാസ്സിൽ പോകണം, സ്പെഷ്യൽ ക്ലാസ്സുള്ള. അല്ല തക്കലും നമ്മ മേലാവ ഇവിടെ ആര് കാണി. ഹലോ, ഞാൻ ആവണി ഹൗസാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ പരിചയം ഉണ്ടാവും വിചാരിക്കുന്നു. ഇപ്പോൾ ഇവിടെ നടക്കുന്നത് നമ്മുടെ കുറിഞ്ഞി മൂവിയുടെ പ്രൊമോഷനാണ്. അതിൽ ഞാനാണ് കുറിഞ്ഞി. പിന്നെ നമ്മുടെ കുറിഞ്ഞി മൂവിയുടെ ഡയറക്ടർ സാറും ഇതിലൊരു ക്യാരക്ടർ അഭിനയിച്ചിട്ടില്ല അനിഷിത എന്ന് പറയുന്ന ചേച്ചി കൂടി ഉണ്ട്. നമുക്ക് അവരോട് വിശേഷങ്ങൾ ചോദിക്കാം അല്ലേ? അപ്പോൾ ഡയറക്ടർ സാറിന് എങ്ങനെ ഉണ്ടായിരുന്നു ഈ കുറിഞ്ഞി മൂവിയുടെ ഷൂട്ടിംഗ് പ്ലേസ്? എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസിനെ കുറിച്ച് പറയും. കുറിഞ്ഞി ഞാൻ മുമ്പ് ചെയ്ത സിനിമേനെക്കാളും വളരെ വ്യത്യസ്തമായ ഒരു പശ്ചാത്തലവും അങ്ങനെയുള്ളൊരു ലൊക്കേഷനാണല്ലോ നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 10 ദിവസത്തെ ഷൂട്ടിംഗ് ഒരു വ്യത്യസ്ത അനുഭവം തന്നെയാണ്. സാധാരണക്കാരായ കഥാപാത്രങ്ങളായി മാറിയ ഒരു പറ്റം ജനങ്ങളുടെ ഇടയിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ അതൊരു വ്യത്യസ്ത അനുഭവമാണ്. മറ്റു നമ്മൾ ആർട്ടിസ്റ്റുകളെ വെച്ചുകൊണ്ടാണല്ലോ സിനിമ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ അവിടെയുള്ള ആൾക്കാർ തന്നെ കഥാപാത്രങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ് ഈ സിനിമയിലൂടെ നമുക്ക് സംഭവിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു അനുഭവം വളരെ സന്തോഷകരവും അതോടൊപ്പം വളരെ ഇൻട്രസ്റ്റിംഗും ആയിരുന്നു. സിനിമ ഇപ്പം പൂർണ്ണമായി നമ്മൾ കണ്ടുവരുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അത് വളരെ നല്ലതാണ്. മോൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ്, അത് പറയും. എനിക്ക് ഇതിൽ വേറൊരു ഭാഷയാണല്ലോ ഉള്ളത്. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇത് പഠിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ നേരെ തിരിച്ചാന്ന് പറയുന്നത്. പഠിച്ചെടുക്കാൻ ഭയങ്കര സിമ്പിളായിരുന്നു. ആദ്യം കുറച്ച് കുത്തിരുന്ന് ഒന്ന് പഠിച്ചു വെക്കും, അതിന് ശേഷം ആക്ഷൻ കേട്ടാ പിന്നെ അഭിനയമാണ്. പിന്നെ ഞങ്ങളുടെ അഭിനയത്തിനെ കുറിച്ച് എന്താന്ന് പറയാനുള്ളത്? നിങ്ങളുടെ അഭിനയത്തെക്കുറിച്ച് ഇപ്പം എന്നെക്കാളും പറയേണ്ടത് ശരിക്കും പ്രേക്ഷകരാണ് കണ്ടു കഴിയുമ്പോൾ. പക്ഷേ എന്നാലും എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യണമല്ലോ, പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ ഷെയർ ചെയ്യണം. അപ്പോൾ ഇതിൽ ആവണീനെ ഈ പടത്തിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത് 2000 കുട്ടികളോളം കാസ്റ്റിംഗ് കോളിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ നിന്നാണ് മോളുടെ ചില വീഡിയോസും, പിന്നെ എനിക്ക് മോളെ മുമ്പേ അറിയാം. നമ്മളുടെ സഹകരണത്തിൽ ഒരു വർക്ക്, ഒരു ആൽബം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ കുഞ്ഞോണം. അപ്പോൾ അതിൻ്റെ ഒരു സക്സസ്സും ഒക്കെ അവസാനം മകളിലേക്ക് തന്നെയാണ് ക്യാരക്ടർ എത്തിച്ചേരുന്നത്. അപ്പോൾ അത് വളരെ ഗംഭീരമായിട്ട് മോള് ചെയ്തു. അതിനോടൊപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഭാഷ പഠിക്കാൻ മോള് കാണിച്ച ഇൻട്രസ്റ്റിംഗ് ആണ്. ഡബ്ബിങ് ഞാൻ തന്നെ ചെയ്യാം, ഞാനത് പഠിച്ച് ചെയ്യാൻ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ സമ്മതിച്ചല്ലോ. അപ്പോൾ അതാണ് ഈ സിനിമയുടെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ അനിഷിതനെ നമ്മൾ അവിടെ എത്തി ഈ നമ്മുടെ ഈ ഗോത്രവർഗത്തിലൊരു കുട്ടീനെ തന്നെ ഇതിൽ കാസ്റ്റ് ചെയ്യണമെന്നുള്ളതും ആ കാസ്റ്റിങ്ങിനൊരു റിയാലിറ്റി ഉണ്ട്. ലൈഫ് അതുപോലെ അങ്ങോട്ട് ഫീൽ ചെയ്യിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളൊരു ആർട്ടിസ്റ്റിനെ വയ്ക്കാൻ നമുക്ക് എന്തായാലും ഈ ക്യാരക്ടറിന് പറ്റില്ല. അപ്പോൾ ഞങ്ങൾ കുറേ ആൾക്കാർ നോക്കിയതായിരുന്നു. അപ്പോൾ അങ്ങനെ പ്രതീക്ഷിക്കാതെയാണ് അനിഷിതയുടെ ഫോട്ടോ ഞങ്ങളിലേക്ക് എത്തുന്നത്. കാരണം അനിഷിതയുടെ ഗാർഡിയനായിട്ടുള്ള കെ ചന്ദ്രേട്ടൻ്റെ കെയർ ഓഫിലാണ് കുട്ടി വരുന്നത്. നാടൻപാട്ടുകാരും കൂടിയാണ്. അപ്പോൾ നമുക്ക് വളരെ കുട്ടിയുടെ ഫോട്ടോസ് കണ്ടപ്പോൾ തന്നെ ഒന്നും ചിന്തിച്ചില്ല, ഇതിലത്തെ പൊന്നിയെ മറിച്ച് ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ അവൾ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നതെന്ന് പിന്നീട് നമുക്ക് തോന്നിയിട്ടില്ല. കാരണം ആദ്യത്തെ ദിവസം പൊന്നി ഇത്തിരി വിഷമത്തിലേക്കായിരുന്നു. കാരണം ക്യാമറ ആദ്യമായിട്ട് കാണുന്നു, അതിന് ബിഹേവ് ചെയ്യുന്നു, അഭിനയിച്ച് ശീലമില്ല. ഇല്ല. പക്ഷെ പിന്നെ ഏറ്റവും സ്കോർ ചെയ്ത് വേണമെങ്കിൽ ഇവളാണെന്ന് പറയാം. അപ്പോൾ നമുക്കിനി നമ്മുടെ അനിഷിത ചേച്ചിയായ പൊന്നിയിലേക്ക് കിടക്കാം. ഓക്കെ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യം ക്യാമറയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ പേടിയായിരുന്നു. അപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു, നിനക്ക് ചെയ്യാൻ പറ്റും, നല്ലോണം ചെയ്യ് എന്ന്. അപ്പോൾ രണ്ടാമത്തെ ദിവസമൊക്കെ ആയപ്പോഴത്തേക്കിനും എനിക്ക് കുറച്ച് എനിക്ക് ചെയ്യാൻ പറ്റും എന്നൊരു പ്രതീക്ഷ വന്നു. അപ്പോൾ ഞാൻ ചെയ്തു. സാറും പറഞ്ഞു നന്നായി ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ എന്നെ പറ്റി ചേച്ചിക്ക് എന്താന്ന് പറയാനുള്ളത്? നല്ല ആളാ. എന്നെക്കുറിച്ച് പറയാനാണെങ്കിൽ അവിടെ പോയപ്പോഴത്തേക്കിനും തന്നെ എന്നോട് നല്ലോണം കൂട്ടായത് നീയും രചന ചേച്ചിയും എല്ലാവരും ആയിരുന്നു. നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. വല്ലാത്ത കുറുമ്പത്തിയുമായിരുന്നു. പിന്നെ ഞങ്ങൾ അഭിനയിക്കാൻ വന്നവരാണെന്ന് തോന്നിയില്ല, സഹോദരിമാർ തന്നെ. അങ്ങനെയാണ് അവിടെ ഫീൽ ചെയ്തത്. കാരണം നമുക്കറിയാലോ അവിടുത്തെ വീട്ടിലെ മുത്തശ്ശി, നമ്മൾ ഷൂട്ട് ചെയ്യുന്ന വീട്ടിലെ മുത്തശ്ശിയാണല്ലോ ഇതിലത്തെ മുത്തശ്ശിയായിട്ട്. അപ്പോൾ മുത്തശ്ശിയുടെ മകളായിട്ടാണ് അനിഷിത അവിടെ താമസിച്ചല്ലോ. നമ്മൾ ഷൂട്ടിങ് കഴിയുന്നവരെ കുറച്ച് ദിവസങ്ങൾ അവിടെ തന്നെ ആയിരുന്നല്ലോ, പുൽപ്പള്ളിയിലേക്ക് പോയില്ലല്ലോ. ചിരാലിൽ തന്നെ കോളനിയിൽ അവിടെ കൂടെ തന്നെ താമസിച്ചു. അപ്പോൾ ശരിക്ക് നമ്മളങ്ങനെ ഒരു ഷൂട്ടിംഗ് മൂഡിലേ ആയിരുന്നില്ല.
ഒരു വീട്ടിൽ നടക്കുന്ന ചില ചടങ്ങുകളിൽ നമ്മളെല്ലാവരും ഒത്തുകൂടുന്നു, അതിൻ്റെതായ ഒരു ഫീല് ഭയങ്കര രസമായിരുന്നു. മുത്തശ്ശിയാണ് നമ്മുടെ വലിയൊരു കോൺട്രിബ്യൂട്ടർ. അയ്യോ, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മുത്തശ്ശിയിൽ നിന്ന് ഇത്രയും നല്ലൊരു പെർഫോമൻസ് ഒക്കെ. മുത്തശ്ശി നന്നായിട്ട് ചെയ്തു. അയ്യോ, വളരെ ഗംഭീരമായിരുന്നു. എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ ചേച്ചി നാടൻ പാട്ടെല്ലാം പാടുന്നതല്ലേ, പാടാൻ പറ്റുമോ? ആ, അനിഷിത നമ്മളിതിലൊരു പാട്ട് പാടിയിട്ടുണ്ട്. നമ്മളെ സിനിമയിലെ പിന്നണി കാര്യം കൂടിയാണ്. പണിയ ഭാഷയിൽ തന്നെയാണ് പാടിയിരിക്കുന്നത്. ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ട് പാടിക്കുക. ആണ്ടാലേ അറിഞ്ഞാലേ കൊയ്ക്കാലു കൊച്ചുകാലും ആ ആ ആ ആ തിരിഞ്ഞിട്ടും മറിഞ്ഞിട്ടും നോക്കിഞ്ച കാക്കച്ചി ഏ ഏ ഏ ഏ ആണ്ടാലേ അറിഞ്ഞാലേ കൊയ്ക്കാലു കൊച്ചുകാലു തിരിഞ്ഞിട്ടും മറിഞ്ഞിട്ടും നോക്കിഞ്ച കാക്കച്ചി ലേലില്ലല്ലേ ലേലേ ലേലില്ലല്ലേ ലേലേ ലേലില്ലല്ലേ ലേലേ 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 ലേലില്ലല്ലേ ലേലേ ലേലില്ലല്ലേ ലേലേ ലേലില്ലല്ലേ ലേലേ. ഓക്കെ, അടിപൊളിയില്ലെന്ന് പറയും. ഇതിനെക്കാണി അടിപൊളിയാണ് നമ്മളെ സിനിമയിൽ ഇപ്പം അവൾ പാടിയ പാട്ട്. അതിപ്പം തൽക്കാലം പാടാൻ നിർവാഹമില്ല, അതിൻ്റെ സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ പാടാത്തത്. അതെ. വേറെ നമ്മൾ ഷൂട്ട് കഴിഞ്ഞിട്ട് പോയ സമയത്ത് ചേച്ചിക്ക് വിഷമം ഉണ്ടായിരുന്നോ? അയ്യോ, പറയാ വയ്യ. ഷൂട്ട് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ മടിച്ചിട്ട് അവൾ നാളെയും ഷൂട്ടുണ്ട്, എന്നും സീൻ എടുക്കാണ്ടെന്ന് പറഞ്ഞ് നിൽക്കാൻ വേണ്ടി പറഞ്ഞു. കാരണം അത്രയും ഫീലായിരുന്നു, അത് അത്രയും അറ്റാച്ച്ഡ് ആയിരുന്നു എല്ലാവരും അങ്ങനെയായിരുന്നു. മറ്റ് സിനിമകൾ പോലെ അല്ലല്ലോ നമ്മൾ ചെയ്തത്. ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ് നോക്കിയിട്ടോ അങ്ങനെയൊന്നും അല്ലല്ലോ, നമ്മളെല്ലാവരും ചേർന്ന് ക്യാമ്പ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യുന്നവരെല്ലാവരും ഉണ്ടായിരുന്നു. ഒരു ഫാമിലി പോലെയായിരുന്നു എല്ലാവരും. നീ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് ഒക്കെ ചെയ്യുന്ന ആളല്ലേ, അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് അഭിനയിച്ചു. അവളെ റീൽ എല്ലാം ഹിറ്റാ. അപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് കൊടുക്കും, നമ്മളെ സിനിമയുടെ ഭാഗമായിട്ടുള്ള ഒരു ടിപ്സ് കൊടുക്കും. ഞാൻ ചെയ്തിട്ടുള്ള റീക്രിയേഷനിലൊരു ഓർമ്മ ചെയ്യാം. അത് ചെറുത് നമ്മളെ നന്ദനില്ലേ, ബാലാമണി കൃഷ്ണന്റെ വിഗ്രഹത്തിന് മുന്നിൽ പിടിച്ചിട്ട് പറയുന്നില്ലേ, അപ്പൊ ഇവിടെ ഒരു ചെറിയ തട്ടുണ്ട്, അതിന് ഞാൻ ഇങ്ങനെ പിടിക്കും. നമ്മൾ വലിയ അത്ഭുതങ്ങളൊക്കെ കാണിക്കുന്ന ആളല്ലേ, എന്നെ ഒന്ന് അങ്ങോട്ട് വിളിച്ചൂടെ ആ അമ്പലനടയിലേക്ക്? എന്ത് പറഞ്ഞാലും ഒരു കള്ളച്ചിരി നോട്ടു. ഇതാണ്. പിന്നെ എനിക്ക് ഈ മൂവി ചെയ്യുന്ന സമയത്ത് ഗിരീഷ് സാറ് ഒരു പണി തന്നിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? എന്താണ്? എനിക്ക് ഓർമ്മയുണ്ട്, നീ പറ, നിനക്ക് ഓർമ്മയുണ്ടോ നോക്കണല്ലോ. ഞങ്ങളുടെ ഈ ഷൂട്ടിംഗ് സമയത്ത് അതിലൊരു ചെറിയ സീന്, കുന്നിൻ്റെ മുകളിൽ, അങ്ങനെ അങ്ങനെ കുറേ സീനുണ്ട്. ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം കൊണ്ട് ഇവർ മോണിറ്ററിലൂടെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് തൊപ്പി വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയം എന്നോട് ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് എന്നെ അങ്ങോട്ട് വിളിച്ചു. എന്നിട്ട് തൊപ്പി ഊരി കൈയെടുത്തു തലേൻ്റെ മുകളിൽ വെച്ചു, ഇങ്ങനെ ആക്കാൻ പറഞ്ഞു. നല്ല രസമുണ്ടായിരുന്നു എനിക്ക് തല മസാജ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അത് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നെ അങ്ങോട്ട് വിളിച്ചതെന്ന്. പിന്നെ അതിന് ശേഷമുള്ള ദിവസം മൊത്തം എന്നെ വിളിക്കും, കൈയെടുത്ത് തലയിൽ വെക്കും, ഇതന്നെയായിരുന്നു പണി. അതാണ് എനിക്ക് ഗിരീഷ് സാർ തന്ന പണി. അത് പിന്നെ അതെന്താ സംഭവം അറിയോ? ഗിരീഷ് സാറിന്റെ മോള് ദേവദത്ത് ചേച്ചിയും ചെയ്യുന്ന സാധനം. അപ്പൊ അത് മകളെ എന്നെ കാണുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് അങ്ങനെ ചെയ്യും, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നിന്നെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നി, മനസ്സിലായോ? അതുകൊണ്ടാണ്. അപ്പം നമ്മൾ ഷൂട്ടിങ്ങിന് മാറിയിരിക്കല്ലേ, അപ്പം നമ്മളെ മോള് മിസ് ചെയ്യുന്ന ഒരു വിഷയം ഉണ്ടല്ലോ, അപ്പം അത് മാറി കിട്ടി. നമ്മൾ കുറേ പിന്നെ അതുപോലെ നമ്മുടെ ഇതിലിപ്പം അഭിനയിച്ചിരിക്കുന്ന മറ്റ് കുറേ കഥാപാത്രങ്ങളായി ചെയ്തിരിക്കുന്നത്, ഇപ്പം നമ്മളെ റൈറ്റർ ആണല്ലോ ഇതിലത്തെ നിൻ്റെ അച്ഛൻ്റെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്, പ്രകാശ് വാടിക്കൽ. അത് എങ്ങനെ ഉണ്ടായിരുന്നു പ്രകാശ് വാടിക്കൽ അച്ഛനായിട്ട് അഭിനയിച്ചത്? പ്രകാശ് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ഈ ആക്ഷൻ എന്ന് പറഞ്ഞ ശേഷം അതിൽ ഈ കാഞ്ചേച്ചി ചെയ്തില്ല ചേച്ചി, ഇതിൽ അഭിനയിക്കുന്ന എല്ലാവരും ഇതിലിപ്പോൾ അമ്മയാണ് ചെയ്യുന്നത്, അച്ഛനായിട്ടാണ് ചെയ്യുന്നത്. അവരെല്ലാവരും ശരിക്കും നമ്മുടെ അച്ഛനും അമ്മയും പോലെയാണ് തോന്നുന്നത്. അപ്പോൾ ഇതിൽ പ്രകാശ് സാറിൻ്റെ അച്ഛനായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കരയുന്ന സീനിലെല്ലാം ശരിക്കും അച്ഛനെല്ലാം മുന്നിൽ നിർത്തിയിട്ട് കരയിപ്പിക്കുന്ന പോലെയാണ്. അച്ഛന് സുഖമില്ലാതായിട്ട് നമുക്കറിയില്ലേ, അതുപോലെ തന്നെയാണ് എനിക്ക് നല്ല രസമുണ്ടായിരുന്നു എൻ്റെ അച്ഛൻ്റെ മുമ്പ് ചെയ്യുന്ന പോലെ ഒരു ഫീല്. ആ പാട്ട് സീനിലൊക്കെ അങ്ങനെ നന്നായിട്ട് വന്നു. അല്ല, നീ കരഞ്ഞതൊക്കെ ഒറിജിനല്ലേ, ഗ്ലിസറിൻ ഇടാതെയല്ലേ കരഞ്ഞത്? ഭയങ്കര ഫീലായിരുന്നു മോണിറ്ററിൽ നോക്കുമ്പോൾ. അതുപോലെ നമ്മുടെ ഇതിലത്തെ പൊന്നിയുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന ജനകീയ ഡോക്ടറല്ലേ ഷിബു ജയരാജ്, അദ്ദേഹം
മകള് വേറൊരു സംഭവത്തിൽ പാട്ട് സീനിൽ കരയുന്നൊരു സാധനമുണ്ട്. കാരണം ഒറിജിനൽ ഗ്ലിസറിൻ ഇല്ലാത്ത സാറിൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ നീരായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ വരുന്നതായിരുന്നു. അതുപോലെ മൂപ്പനൊക്കെ അവരുടെ ആൾക്കാരായി മാറിയല്ലോ. ഇതിൽ വേറൊരു അനിശ്ചിതയുടെ ഒരു സംഭവം എടുത്തു പറഞ്ഞാൽ നമ്മൾ ഇതിൽ ഒരു റൊമാൻസ് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ആദ്യം ഇവർ തമ്മിൽ സംസാരിക്കുമ്പോൾ ഭയങ്കര ചമ്മലായിരുന്നു അവർക്ക്. പിന്നീട് നമ്മൾ കാണുന്നത് ഇവർ ഭയങ്കര ഒറിജിനൽ റൊമാൻറ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഇവരുടെ വളരെ, അതുകൊണ്ട് ആ ഇൻറ്റിമസി കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അത് ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്ക് പൊന്നോട്. ഇവർ മാറി എന്നിട്ട് ഇവർ നമ്മൾ പോലും അറിയാതെ വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് കുറച്ച് കെമിസ്ട്രി വർക്കൗട്ടായി. അത് ശരിയാണ്. ഇപ്പോഴും നായകൻ വിളിക്കാറുണ്ടോ? ഇല്ല. അതാണ് നല്ലൊരു സൗഹൃദമായിരുന്നു ആ വർക്കിൽ എല്ലാവരും. എല്ലാവരും ആ ക്യാരക്ടറായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഈ സിനിമയ്ക്ക് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു പോസിറ്റീവ്. ഞാൻ ഈ മൂവിയിലേക്ക് വരുന്നത് എൻ്റെ സാറ് നാടൻപാട്ട് പഠിപ്പിക്കുന്ന സാറിൻ്റെ ഒരിതിലാണ്. അങ്ങനെയാണ് സാറേയും പ്രകാശ് സാറിനെയും ഒക്കെ കാണുന്നത്. എനിക്കറിയത്തില്ല സാറാ ഡയറക്ടർ, പിന്നെ പ്രകാശ് സാറാണ് കഥ എഴുതിയത്. ആരെയും എനിക്കറിയത്തില്ല. എനിക്ക് ആകെ അറിയുന്നത് ഹൗസിന് പോയപ്പോൾ തന്നെ അവൾ വല്ലാത്ത ഫ്രണ്ട്ലി ആയി. പിന്നെ രചന ചേച്ചിയും, പിന്നെയാണ് ഞാൻ അറിയുന്നത് സാറാണ് ഈ പടത്തിൻ്റെ ഡയറക്ടർ, പ്രകാശ് സാറാണ് കഥ എഴുതിയത് എന്നൊക്കെ. പിന്നെ എൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ച സാറ് വല്ലാത്തൊരു ഇതായിരുന്നു, നല്ലോണം സപ്പോർട്ട് ചെയ്യുമായിരുന്നു. മോളെ ഇന്ന പോലെ ചെയ്യണം അങ്ങനെയൊക്കെ നല്ലോണം പറഞ്ഞു തരും. അപ്പോഴത്തേക്കിനും എനിക്കാദ്യം പറ്റുന്നില്ലായിരുന്നു, എനിക്ക് ചെയ്യാൻ പറ്റുമോ, വല്ലാത്ത ടെൻഷനായിരുന്നു. അപ്പോഴത്തേക്കും എല്ലാവരും നല്ല സപ്പോർട്ടായി. പിന്നെ കുഴപ്പമില്ലാണ്ട് ചെയ്തു എന്ന് വിചാരിക്കണ്ട, കറക്റ്റായിരുന്നു, വളരെ നന്നായിട്ടുണ്ട്. നമ്മുടെ സിനിമയെക്കുറിച്ച് നമ്മൾ നന്നായി എന്ന് പറയുന്നത് വളരെ റെയർ കേസിലാണ്, പ്രേക്ഷകർക്കാണ് വിട്ടുകൊടുക്കേണ്ടത്. പക്ഷേ ഇത് കാണുമ്പം പറയാതിരിക്കാൻ പറ്റില്ല, വളരെ ജീവിച്ചു എന്ന് പറയാം. നന്നായിട്ടുണ്ട്, എല്ലാവരും നന്നായിട്ടുണ്ട്. അതൊരു ഭാഗ്യമാണ്. നമ്മളെല്ലാവരും സിനിമ ചെയ്യുന്നത് നന്നാവാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നന്നായി വരിക എന്നുള്ളതൊരു ഭാഗ്യം തന്നെയാണ് സിനിമ. അതിപ്പോൾ പ്രേക്ഷകർ മുന്നിലേക്ക് എത്തുമ്പോൾ പ്രേക്ഷകരുടെ ഭാഗത്ത് ആ ഒരു പ്രതികരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഓർമ്മയുണ്ടോ എൻ്റെ കാലിന് സുഖമില്ലാതെ അത് സോങ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴല്ലേ, ആ വയ്യാത്ത കാലം കൊണ്ട് നീ വീണ്ടും നന്നായിട്ട് നൃത്തം ചെയ്തു. അതിന് സ്പെഷ്യൽ താങ്ക്സ്. നമ്മുടെ ഇപ്പോൾ ഈ സിനിമ 2-ാം തീയതിയോടുകൂടി തിയേറ്ററിലേക്ക് എത്താൻ പോവുകയാണ്. അപ്പോൾ നിരവധി സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഗോത്രവർഗ്ഗക്കാരുടെ. നമുക്കറിയാം അതൊരു പല തരത്തിലുള്ള സിനിമകളായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു വളരെ വ്യത്യസ്തമായിട്ട് ഇത് മുന്നോട്ട് വയ്ക്കുന്ന ഒരാശയം എന്താണെന്ന് വെച്ചാൽ, കാട്ടിലെ നന്മയും നാട്ടിലെ തിന്മയും തമ്മിലുള്ളൊരു ഫൈറ്റാണ് ഈ സിനിമ മുന്നോട്ട് വെക്കുന്ന ആശയം. അപ്പോൾ അതിൽ നന്മയുടെ വശം വിജയിക്കണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് ഈ സിനിമയ്ക്കുണ്ട്. പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഏറെക്കുറെ ഗോത്രവർഗ്ഗക്കാരുടെ സഹകരണം, ആ കോളനിയിൽ അവർ നമുക്ക് തന്ന ഒരുപാട് സപ്പോർട്ടുണ്ട്. രാത്രി 11 മണിക്കൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ അവർ ഉറങ്ങാതെ നമുക്ക് വേണ്ടി കാത്തുന്നു. അപ്പോൾ അവരൊക്കെ ആ പ്രായമായ മുത്തശ്ശിയൊക്കെ നമുക്ക് തന്ന എനർജി ഭയങ്കരമാണ്. ആ കോളനി മുഴുവൻ. അതുപോലെ നമ്മുടെ ക്ലൈമാക്സ് ഷൂട്ടിലേക്ക് പങ്കെടുത്ത കുറേ ഒറിജിനൽ ആൾക്കാരുടെ സഹകരണം, അതും നമ്മൾ പുലി വരുന്നു എന്ന് പറഞ്ഞ ഒരു വലിയൊരു കാടിലും ഗുഹയിലൊക്കെയാണല്ലോ നമ്മൾ ഷൂട്ട് ചെയ്തത്, പാറമടയിലൊക്കെ. അല്ലാതെ പേടിച്ചല്ലോ, ഒരു ദിവസം നമ്മൾ പുലി വരുന്നു പറഞ്ഞ് ഷൂട്ടിങ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ ഇപ്പോൾ തോന്നുമ്പോൾ അതൊരു വേറെ രീതിയിലുള്ള ഒരു വിഷയം. ഇപ്പോൾ അതിനുശേഷം പുലി പിടിച്ചു അവിടെ ഒരാളെ, നമ്മൾ പറഞ്ഞല്ലോ, കുറച്ച് അവിടെ നിന്ന് മാറി എന്നിട്ട് 1 കിലോമീറ്റർ അപ്പുറത്താണ് പുലി ഒരാളെ കൊന്നു പിന്നീട് പത്രവാർത്ത വന്നത്. അപ്പോൾ നമുക്കത് വളരെ ഭാഗ്യവശാൽ നമുക്കങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. കാലാവസ്ഥ പോലും നമുക്ക് അനുകൂലമായി. അപ്പോൾ ഇനിയിപ്പോൾ പ്രേക്ഷകരിലേക്ക് സിനിമ എത്തുമ്പോൾ നമ്മളുടെ പ്രതീക്ഷ ഈ സിനിമ ഒരു ഫീൽ ഗുഡ് സിനിമയാണ്. ഒരു എല്ലാ ജോണറിലും സിനിമയെ ഇഷ്ടപ്പെടുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും ഈ സിനിമ ഒരേപോലെ ഇഷ്ടപ്പെടുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. എല്ലാവരുടെയും സപ്പോർട്ടാണ് ഞങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മളുടെ സിനിമ വരാൻ വേണ്ടി തീർച്ചയായിട്ടും. ഇപ്പോൾ ട്രailer ഇപ്പം അടുത്ത ആഴ്ച റിലീസ് ചെയ്യാണ്. അപ്പം പിന്നെ ആവൂസിൻ്റെ ഇഷ്ടംപോലെ പ്രേക്ഷകരുണ്ടല്ലോ, ഫാൻസ്. പിന്നെ അനിശ്ചിത എല്ലാവരും ഇപ്പം വയനാട്ടിലൊക്കെ എപ്പോഴാണ് റിലീസ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഈ സിനിമയ്ക്ക് വേണം. എല്ലാവരുടെ സഹകരണത്തിൽ ഈ പടം ഒരു വലിയ വിജയമാക്കണം. ഇതൊരു ചെറിയ സിനിമ എന്ന് എല്ലാവരും പറയുമെങ്കിലും നമുക്കിത് വലിയ സിനിമയാണ്. ഓക്കെ,
ഒരു വലിയ സിനിമയുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ സിനിമ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് നല്ല രീതിയിൽ മുടക്കുമുതലും വന്നിട്ടുണ്ട്. സാധാരണ ഒരു ചെറിയ സിനിമ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുന്ന പോലെയല്ല നമ്മളെ സിനിമ ചെയ്ത്, അതിന് എല്ലാ തരത്തിലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ പശ്ചാത്തല സംഗീതം രമേശ് നാരായണനാണ്. എല്ലാ വർക്കുകൾക്കും അതിൻ്റേതായ ഗാനങ്ങളുടെ സംഗീതം കാഞ്ഞങ്ങാട് രാമേന്ദ്ര മാസ്റ്ററാണ്. പാട്ട് എഴുതിയിരിക്കുന്നത് പണിയഭാഷയിലടക്കം പ്രമോദ് കാപ്പാടാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിലാണ്. പിന്നെ ഇതിൻ്റെ നിർമ്മാതാവ്, ഞങ്ങളോട് സഹകരിച്ച നിർമ്മാതാവ് എന്ന് പറയുന്നത് നമ്മുടെ SR നായർ അമ്പലപ്പുഴ. സാറിന് ഇന്ന് വരാൻ പറ്റിയില്ല, ഞങ്ങളിവിടെ വരേണ്ടതാണ്. അപ്പോൾ ഒരു നല്ലൊരു ടീം വർക്ക് ഈ സിനിമയ്ക്കുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ടീം വർക്കിൻ്റെ ഒരു ശക്തിയും പിന്നെ നമ്മൾ കൊടുക്കുന്നൊരു വിഷയം, അതായത് പുതുമയെന്നും സ്വീകരിച്ച മലയാളി പ്രേക്ഷകർ കൈ നീട്ടി സ്വീകരിക്കുന്നത് നമുക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്. ബാക്കിയൊക്കെ പ്രേക്ഷകർക്ക് വിട്ടുകൊടുക്കാം. ഒക്കാളും എങ്ങളെ സിനിമനെ നല്ലൊരു സിനിമ ആഞ്ചുവേ എനിക്ക് ഒക്കാളിനെയും സപ്പോർട്ട് നല്ലോണം വേണം. പിന്നെ നിങ്ങൾക്ക് ഈ സിനിമ എന്തായാലും നല്ലോണം ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുകയും ഒക്കാളിനെയും സപ്പോർട്ട് നല്ലോണം വേണം. താങ്ക് യു. അപ്പോൾ എല്ലാവരും സിനിമ റിലീസാവാൻ വേണ്ടി വെയിറ്റിംഗ് ആണല്ലോ. അപ്പോൾ ഫെബ്രുവരി 2-ാം തീയതി റിലീസാവാണ്. എല്ലാവരും സിനിമ വന്ന് കാണണം അല്ലേ? അപ്പം എല്ലാവരും കാണുമെന്ന് ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്കിത് വൈൻഡപ്പ് ചെയ്താലോ? തീർച്ചയായും. എല്ലാവരുടെയും ഫീഡ്ബാക്ക് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും സ്നേഹപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് ടാറ്റ ബൈ ബൈ പറയുകയാണ്. ആണ്ടാലേ അറിഞ്ഞാലേ കൊയ്ക്കാലു കൊച്ചുകാലും ആ ആ ആ ആ തിരിഞ്ഞിട്ടും മറിഞ്ഞിട്ടും നോക്കിഞ്ച കാക്കച്ചി ഏ ഏ ഏ ഏ ആണ്ടാലേ അറിഞ്ഞാലേ കൊയ്ക്കാലു കൊച്ചുകാലു തിരിഞ്ഞിട്ടും മറിഞ്ഞിട്ടും നോക്കിഞ്ച കാക്കച്ചി ലേ 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 ലേ.